ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഡെയ്സി വിദേശത്തേക്ക് പോകാനുള്ള മാർഗം തുറന്നു കിട്ടുന്നതിന് വേണ്ടി, മേരിക്കുട്ടിയുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനെ കൂടി കൊടുത്ത് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, റോബിൻ്റെ വിവാഹ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി, സെബാൻ്റെ മദ്യപാനം മാറുന്നതിന് വേണ്ടി, സിബിമോളുടെ നാഷണൽ ലെവലിൽ സെലക്ഷൻ കിട്ടുന്നതിന് വേണ്ടി, ബിൻസിയുടെ കുടുംബത്തിൻ്റെ കടബാധ്യത മാറുന്നതിന് വേണ്ടി, അനിതമോളുടെ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങൾക്കു വേണ്ടി, മിനി ടീച്ചറിൻ്റെ ചേച്ചിയുടെ മകൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം കിട്ടുന്നതിന് വേണ്ടി, ജിസ്ന മോളുടെ പരീക്ഷയിൽ വിജയിക്കുന്നതിന് വേണ്ടി, രജിതയുടെ കണ്ണിന് നല്ല കാഴ്ച ലഭിക്കുന്നതിന് വേണ്ടി, സനലിൻ്റെ ജോലിയിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടി, മേരിക്കുട്ടി ചേച്ചിയുടെ കാലിൻ്റെ വേദനകൾ മാറുന്നതിന് വേണ്ടി, ഇത്രയും നേരിടുന്ന നിയോഗങ്ങളാണ് നമ്മളിന്നെടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം 128 സങ്കീർത്തനം 3 തിരുവചനം. നിൻ്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെ ആയിരിക്കും, നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്കു ചുറ്റും ഒലിവ് തൈകൾ പോലെ ആയിരിക്കും. ഹാലേലുയ. ഈശോയ്ക്ക് നന്ദി, യേശുവേ ആരാധന. കർത്താവിൻ്റെ വചനം പറയുകയാണ്, നിൻ്റെ ഭാര്യ ഭവനത്തിന് മുന്തിരി പോലെ ആയിരിക്കും, നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. അപ്പോൾ കുടുംബത്തിൽ, അതായത് ഒരു വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുന്ന മകനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിൻ്റെ ഭാര്യ കുടുംബത്തിന് ഒരു ഐശ്വര്യമായിരിക്കും, ഒരു അനുഗ്രഹമായിരിക്കും. അതുപോലെ നിൻ്റെ മക്കളും ഒരു അനുഗ്രഹമായി തീരും. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ഭാര്യമാരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബം ഐശ്വര്യം പ്രാപിക്കുക, എല്ലാ തടസ്സങ്ങളും മാറട്ടെ. കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് മുന്നേറുന്ന രീതിയിൽ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.